പൈതൃകത്തെ നിഷേധിക്കാൻ അച്ഛന് കഴിയോ? പിന്നെ എന്തിനാച്ചാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തേ? ഇതിനേക്കാൾ കൂടുതലായി എനിക്കൊന്നും പറയാനില്ല. അച്ഛന് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാം. അച്ഛനില്ലാതെ ഈ ചടങ്ങ് വേണ്ടെന്നാ അർച്ചനയുടെ തീരുമാനം. സേതുട്ടാ, കുഞ്ഞുങ്ങളുണ്ടാവാതിരുന്ന് നമ്മുടെ മൊത്തത്തിൽ കിട്ടിയ മഹാഭാഗ്യമായത്. ഇവർക്കൊരു കുഞ്ഞുണ്ടാവാൻ വേണ്ടി നമ്മളൊക്കെ എത്രമാത്രം പ്രാർത്ഥിച്ചതാ, ആഗ്രഹിച്ചതാ സേതുട്ട. അതൊക്കെ സേതുട്ട മറന്നുപോയോ? ഈ വീട്ടിൽ ഇങ്ങനെ ഒരു നിമിഷം ഉണ്ടാകാൻ വേണ്ടി നമ്മളൊക്കെ എത്രമാത്രം കൊതിച്ചിട്ടുണ്ട് സേതുട്ട. എത്രയോ കാലം കാത്തിരുന്ന് നമുക്ക് കിട്ടിയ നിധിയല്ലേ ഈ കുഞ്ഞ്. അന്ധവിശ്വാസത്തിന്റെ പേരിൽ ആ കുഞ്ഞിനോട് എന്തിനാ ഇങ്ങനെ വെറുപ്പ് കാണിക്കുന്നത്? എന്റെ അച്ഛമോൾ എപ്പോഴും പറയും, സേതുവേട്ടൻ അവളുടെ സ്വന്തം അച്ഛനാന്ന്. അത്രയ്ക്ക് അവള് സ്നേഹിക്കുന്നുണ്ട് സേതുവേട്ടനെ. അവരുടെ സന്തോഷമല്ല സേതുവേട്ട നമുക്ക് ഏറ്റവും വലുത്. അവരോട് അല്പം ദയ കാണിച്ചൂടെ? എല്ലാവരും കൂടി സെന്റ് ഡയലോഗ്സ് അടിച്ച് ഇപ്പൊ തന്നെ കിളവന്റെ മനസ്സ് മാറ്റുന്ന ലക്ഷണമാണ്. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കമലെടുത്തി ഒരു കാര്യം മനസ്സിലാക്കണം. അച്ഛന് ആരോടെങ്കിലും വെറുപ്പോ ദേഷ്യമോ ഒന്നും ഉണ്ടായിട്ടല്ല ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. സ്വന്തം സങ്കടം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ അല്ലേ അച്ഛാ? ഇതുപോലൊരു സന്തോഷം ഞാൻ എന്റെ ജന്മത്ത് അനുഭവിച്ചിട്ടില്ല. എന്താ കാര്യം ചോദിക്കേ? ഓ, തന്റെ നാക്കെടുക്കാൻ പറ്റില്ലല്ലോ, അത് ഞാനങ്ങ് മറന്നു. എടോ, താൻ അറിഞ്ഞോ? അർച്ചനയുടെ വളകാപ്പ് ചടങ്ങ് ഇനി നടക്കില്ല. അതിൽ പങ്കെടുക്കാൻ പറ്റില്ലെന്ന് സേതുമാധവൻ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടങ്ങ് പറഞ്ഞു. അത് കേട്ട് അർച്ചനയും സച്ചിയും കണ്ണും മിഴിച്ചു നിൽക്കുന്ന ആ കാഴ്ച, ഹോ എന്റെ ദൈവമേ, എന്നെ ഇങ്ങനൊരു കാഴ്ച നീ കാണിച്ചു തന്നല്ലോ. ആഹാ, കണ്ണു നിറഞ്ഞല്ലോ. അവളുടെ വളകാപ്പ് ചടങ്ങ് നടക്കാത്തതില് തനിക്ക് നല്ല വിഷമമുണ്ടല്ലേ? എഴുന്നേക്കാനും വാതുറക്കാനും പറ്റാത്ത ഈ കോലത്തിൽ താൻ എന്ത് ചെയ്യും? എന്നെ കൊല്ലാനുള്ള വാശി തന്റെ ഉള്ളിലുണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാം, എല്ലാം കണ്ടും കേട്ടും ഇങ്ങനെ കിടക്കാനാ തന്റെ വിധി. ഹലോ മൂർത്തി, എന്തായി? ഞാൻ എന്തെങ്കിലും ഇനി ചെയ്യേണ്ടതുണ്ടോ? എന്ത് വേണമെന്ന് ഞാൻ പറയാം. മൂർത്തി തയ്യാറായിട്ടിരുന്നു.
ചടങ്ങ് മുടങ്ങിയല്ലോ അല്ലേ? മുടങ്ങിയെന്ന് പറയാറായിട്ടില്ല. പക്ഷെ കിളവൻ അതിൽ പങ്കെടുക്കില്ല. അഥവാ ഇനി എന്റെ വാക്ക് ധിക്കരിച്ച് പങ്കെടുക്കാൻ തീരുമാനിച്ചാൽ പിന്നെന്ത് വേണമെന്ന് ഞാൻ പറയാം. ശരി, ഞാൻ എന്തിനും റെഡിയാ. ഉം. ഉം. ഇനി ആകാശം ഇടിഞ്ഞു വീണാലും വളകാപ്പ് ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ധൈര്യം ആ കിളവിന് വരില്ല. പേടിച്ചു പോയി പാവം. അച്ചു മോളെ, നീ ഇങ്ങനെ കരയല്ലേ? ചടങ്ങ് നടത്തുന്നതിൽ സേതുവേട്ടൻ ഒരു വിരോധമില്ലെന്ന് പറഞ്ഞില്ലേ? സന്ദീപൻ ധനുഷൻ ചെന്ന് വിളിച്ചപ്പോ സേതുവേട്ടൻ വരികയും ചെയ്തു. ഇനിയും മോളെന്തിനാ കരയുന്നേ? സച്ചേട്ടാ, അച്ഛൻ തിരിച്ചു വന്ന സ്ഥിതിക്ക് ഇപ്പൊ പ്രശ്നങ്ങളെല്ലാം മാറിയല്ലോ. ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ബുദ്ധിമുട്ട് അച്ഛൻ പറയുകയും ചെയ്തു. അച്ഛൻ പങ്കെടുക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ചടങ്ങ് നമുക്ക് നടത്താം. സച്ചേട്ടൻ എന്ത് പറയുന്നു? പേരിനൊരു ചടങ്ങായിട്ടാണെങ്കിലും ഇത് നടത്തിയേ പറ്റൂ. അർച്ചന, താൻ കരച്ചിലൊന്ന് നിർത്ത്. കരയില്ല മോളെ. വേണ്ട, ഇനി ആരും ഒന്നും പറയണ്ട. ഒരു ചടങ്ങും വേണ്ട.